അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്താ പ്രത്യേകത വെച്ചാൽ കാക്കൻ്റെ കല്യാണമാണ്. ഏകദേശം എല്ലാവർക്കും അറിയാം, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് എടുക്കുന്നുണ്ട്, കല്യാണ ഷോപ്പിംഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടാറുണ്ട്, വെറുപ്പിക്കാറുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ പോവും. വീട്ടിൽ ഫംഗ്ഷൻ വരുന്നത് വൈകുന്നേരമാണ്, ഒരു 4:30 ടൈമിലാവും. നമ്മളിപ്പോൾ തിരൂരായതുകൊണ്ട് തന്നെ രണ്ടും ബാലൻസ് ചെയ്യാൻ കഴിയില്ല പ്രോഗ്രാം, അതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. അപ്പം എല്ലാവരും കല്യാണ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ആൾക്കാരെ നിങ്ങളെ കാണിക്കുക, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളിത് അവിടെ റെഡി ആയിട്ടുണ്ട്. നീനു ഈ ഡ്രസ്സല്ല അവിടെ കിട്ടുന്നത്, ഇനി വേറെ ഡ്രസ്സാണ്. കാരണം നീനു വണ്ടി കയറി അപ്പം ഛർദ്ദിക്കും. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഡ്രസ്സ് മാറ്റും അവിടെ എത്തിയതിൻ്റെ ശേഷം. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കാലിൻ്റെ യൂട്യൂബിൽ കാണിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ്. സർവോപരി ഒരു പാട്ടുകാരിയൊക്കെയാണ്. പേര് സത്യാത്ത. എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനും തന്നെ ഇതിലൊന്ന് വരണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. എനിക്കതിന് സാധിച്ചു. അങ്ങനെ പോകുന്നത് എൻ്റെ ചാനലിൽ വരണമല്ലേ, നമ്മുടെ ചാനലിൽ വരണം നമുക്ക് അതിയായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെ, നമ്മൾ വീഡിയോ പൊളിക്കൂലേ? പൊളിക്കണം, നമുക്ക് പൊളിച്ചായിട്ട് എടുക്കണം. കല്യാണം തല കുത്തനെ മതി, ഒക്കെ മതി. ഞങ്ങളെ ബാനുവാണ്, ബാനുവിന് സപ്പോർട്ട് ചെയ്യാൻ ബൈക്കുള്ള നോക്കൂ ഗൈസ്, എന്താ പരിപാടി? ബാനുവിന്റെ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യണം, നല്ല രീതിയിൽ കല്യാണം കഴിയാനും അതേപോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും സന്തോഷം മാത്രം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. അതല്ലേ പ്രശ്നങ്ങളില്ല, അതല്ലേ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞാൽ തീർന്നു, ഷെയർ ചെയ്യൂല. പിന്നെ തമാശ ബാലു ചിങ്കാനേട് ഓടതാ. വിജയികളുടെ കൂടെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു മഹല്ലുകളിൽ നിന്ന് വന്ന കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു സത്യ
അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ പെണ്ണിനെയും കൊണ്ട് ഫോട്ടോഷൂട്ട് നടന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളൊരു വീട്ടിലാണ്. അതാണ് സ്പോട്ട്. ക്യാമറമാൻ നമ്മുടെ സ്വന്തമാണ് കേട്ടോ. നിങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ കേസ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം കേട്ടോ. അങ്ങനെ കേസ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് തന്നെയുണ്ട് ഡ്രസ്സ് കേട്ടോ. ഏണ്ടി ഈ സുന്ദരിയാ. ഓക്കെ അപ്പോൾ ഗേസ് ബാക്കിൻ്റെ അവിടെ അധികം ഞാൻ ഇതുവരെയുള്ള വീഡിയോസ് എനിക്ക് മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കാണണേ. ഓക്കെ.